എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും അവിടെ നിന്ന് ആ വിളി വന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ആ വിളി വന്നിറക്കുകയാണ്. ഞാൻ അങ്ങനെ ഫൈനലി ഗുരുവായൂർ പോവാണ് കേട്ടോ. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. ഈ അമ്മയും മേമയൊക്കെ പറഞ്ഞു നമുക്കൊന്ന് ഗുരുവായൂർ പോയി തൊഴുതാലോ എന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനും അമ്മയും മേമയും മേമ്മയുടെ മോളും കൂടി ഗുരുവായൂരിലോട്ട് തിരിച്ചു കേട്ടോ. പിന്നെ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾക്ക് നടത്തണം. എനിക്ക് ബസ്സിൽ പോകണത് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ട്രെയിനിൽ പോകാമെന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു, പക്ഷേ അമ്മ കേട്ടിട്ട് നമുക്ക് ബസ്സിൽ തന്നെ പോകാൻ പറഞ്ഞു. കാരണം എന്താ, ഞാൻ ഛർദ്ദിക്കും, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത, വേറൊന്നുമല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഗുരുവായൂരിക്കല്ലേ പോകണം, അപ്പോൾ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ എന്തെന്നില്ല സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അതിൻ്റെ മുഖത്ത് നേരെ കാണണമെന്ന് എനിക്ക് നല്ല ഹാപ്പിയായിരുന്നു. ഞാൻ 2-2.5 മണിക്കൂർ ഇരുന്നിട്ടാണ്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോയത്. അവിടെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിക്കാൻ പോയിട്ടോ. ഞങ്ങൾ 4 പേരും നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത് നെയ് റോസ്റ്റും ചായയും കുടിച്ചു. അപ്പോൾ തന്നെ ഒന്ന് ഉഷാറായിട്ടോ. ബസ്സിൽ വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് 4 ആൾക്കും. ഞങ്ങളുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പോയി തൊഴുകാമെന്നാണ്. രാവിലെ വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഉള്ളിൽ കയറാൻ പറ്റില്ല, അങ്ങനെ ഇപ്പോൾ തിരക്കാണല്ലോ, അതുകൊണ്ട് ഉള്ളിൽ കയറി തൊഴുകാനൊന്നും പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത്. തലേ ദിവസം വന്നിട്ട് ഇവിടുന്ന് റൂം എടുത്ത് രാവിലെ ഒരു 2-3 മണിയാകുമ്പോൾ പോയി തൊഴുകാമെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം അതിനൊക്കെ നടന്നിട്ടോ. അവിടെ കണ്ടു എന്നിട്ടാണ് റൂമിലേക്ക് പോയത് കേട്ടോ. കുറേ നേരം ഇതിനൊക്കെ നടന്നു. കുറേ ചേച്ചിമാരുടെയും കുട്ടികളുടെയൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഈ തിരക്കുകളും ഓട്ടങ്ങളൊക്കെ നിറഞ്ഞ ജീവിതത്തിൽ കുറച്ച് സമയം ഈ അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കുക പറഞ്ഞാൽ തന്നെ മനസ്സിലൊരു നല്ലൊരു കുളിർമയാണ് കേട്ടോ. 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഗുരുവായൂർ വന്നിട്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും, ഗുരുവായൂർ ഓരോ വീഡിയോ റീൽസൊക്കെ കാണുമ്പോൾ ഗുരുവായൂർ പോകണം എന്ന് കുറേ വിചാരിക്കും. ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യും, പക്ഷേ നടന്നില്ല. ഇപ്പോഴാണ് നടന്നത്. എനിക്ക് അതിൻ്റെ സന്തോഷം നല്ല പോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തു കേട്ടോ. ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ തന്നെ 10:30 കഴിഞ്ഞിട്ട് 10:45 ആയി. ഇനി നേരത്തെ നീച്ച് 12-1 മണിയാകുമ്പോൾ നീച്ച് പോയി കുളിച്ച് പോയി അമ്പലനടയിൽ പോയി തൊഴുകണം. നേരത്തെ പോയാലാണ് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ക്യൂ ആണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയണതായിരിക്കും കേട്ടോ. അത് കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.